എൻ്റെ അറിവിൽ 2 ഷിപ്പാണുള്ളത്, ഫ്രണ്ട്ഷിപ്പ്, റിലേഷൻഷിപ്പ്. എന്നാൽ ഇപ്പം അത് രണ്ടും മാത്രമല്ല, ഇതല്ലാണ്ട് കുറേ ഷിപ്പുകളുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കിയാലും പോടാം. ടെക്സ്റ്റ് ഷിപ്പ്. ടെക്സ്റ്റിങ്ങിൽ മാത്രം ഒരു റിലേഷൻഷിപ്പ് കൊണ്ടുവന്ന ആൾക്കാരാണ് ടെക്സ്റ്റ് ഷിപ്പ്. അവർ ഈ ലോകത്തിലൊന്നുമല്ല, അവരവരുടെ ടെക്സ്റ്റിലൊരു മൂലയിൽ ഇങ്ങനെ സമാധാനമായിട്ട് അങ്ങനെ പൊക്കോളും. ടെക്സ്റ്റ് ഷിപ്പ്. മൈക്രോഷിപ്പ്. വളരെ ഷോർട്ട് സ്പാനിൽ, ഒരു ചുരുങ്ങിയ കാലഘട്ടത്തേക്ക് അവരൊരു പ്രണയത്തിലോ അവരുടേതായിട്ടുള്ള ഒരു റിലേഷനിൽ ഇങ്ങനെ മുന്നോട്ട് പോകും. അത് കഴിഞ്ഞ് അത് നിർത്തും. സോ കുറച്ച് കാലം, ഒരു കണ്ണടയ്ക്കുന്ന സമയം നീണ്ടു നിൽക്കുന്ന ഒരു റിലേഷൻഷിപ്പിനെയാണ് നമ്മൾ മൈക്രോഷിപ്പ് എന്ന് പറയുന്നത്. ബെഞ്ച് വാമർഷിപ്പ്. ഒരു ബാക്കപ്പ് പോലെ, മേരി പോയാൽ ശാരി. അപ്പോൾ ഒരാൾ പോയാൽ മറ്റാൾ എന്നുള്ള റിലേഷൻഷിപ്പിനെയാണ് നമ്മൾ ബെഞ്ച് വാമർഷിപ്പ് എന്ന് പറയാം. ഇത് ടോക്സിക് ഷിപ്പ്. ഇത് കുറച്ച് സീനാണ്. 2 പേർക്കും അറിയാം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ടോക്സിക് ആണെന്ന്. പക്ഷെ ആ ടോക്സിക്കിൽ വല്ലാത്തൊരു ആത്മബന്ധം വന്നിട്ട് 2 പേർക്കും പിരിഞ്ഞു പോകാൻ പറ്റാത്തൊരു സാഹചര്യത്തിനാണ് ടോക്സിക് ഷിപ്പ് എന്ന് നമ്മൾ പറയാം. ഇതിപ്പോൾ പ്രണയമാണോ, സൗഹൃദമാണോ, ഇനി ഇതിൽ പറഞ്ഞ ഒന്നും അല്ലാണ്ട് വേറെ എന്തെങ്കിലും ആണോ എന്ന് ഇതിലുള്ളവർക്കും അറിയില്ല, ചുറ്റുള്ളവർക്കും അറിയില്ലാത്തൊരു സാഹചര്യമാണ് സിറ്റുവേഷൻഷിപ്പ്. ഇപ്പോൾ മോഡേൺ ആയിട്ട് സിറ്റുവേഷൻഷിപ്പിൽ ഒരു പ്ലസ് കൂടെ വന്നിട്ടുണ്ട്, സിറ്റുവേഷൻഷിപ്പ് പ്ലസ്. ഇവിടെ എന്താണ് റിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പുറമെ നമുക്ക് ഓരോ ലെയേഴ്സ് ആഡ് ചെയ്യാം. ഇമോഷണൽ ലെയേഴ്സ് ആഡ് ചെയ്യാം, സെക്ഷൽ ലെയേഴ്സ് ആഡ് ചെയ്യാം. സാഹചര്യത്തിനനുസരിച്ച് ഏത് ലെയർ വേണമെങ്കിലും ആഡ് ചെയ്യുന്നതിനാണ് നമ്മൾ സിറ്റുവേഷൻഷിപ്പ് പ്ലസ് എന്ന് പറയുന്നത്. ഈ പറഞ്ഞതിൽ ഏത് ഷിപ്പിലാണ് നിങ്ങൾ പെടുകയെന്ന് കമന്റ് ബിലോ. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് എ വണ്ടർഫുൾ വീഡിയോ. ബൈ ബൈ.